ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് പോവാം. ഇതിലാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്. പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടിരുന്ന ആളുകൾ ആരൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നു? ഓക്കെ, 20 പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ, പ്രീ മാർക്കറ്റിൽ ഗോൾഡിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു എൻട്രി പോസിബിലിറ്റി എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഗോൾഡിൽ പറഞ്ഞു. അതില് ഇന്നൊരു ഗോൾഡില് ഒരു എൻട്രി പറഞ്ഞു. നമ്മുടെ സ്ട്രാറ്റജിയും അവിടെ വർക്ക് ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ 6 മണിക്ക് ഉള്ള ക്യാൻഡില് ആ ഒരു ഭാഗത്ത്, അതായത് 26:38 ആ റേഞ്ചില് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാലത്ത്? അതായത് മുകളിലത്തെ 26:45 എന്ന് പറഞ്ഞ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡിൽ. ഓയിലില് ഇതേപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് 68-ല്. ഒരു മിനിറ്റ് ഓയിലേക്ക് പോവാം. ഗോൾഡിന്റെ എന്തായിരുന്നു പറഞ്ഞിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഏരിയ ആയിരുന്നു? ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്, ഓർക്കുന്നുണ്ടോ? ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. ഇത് വന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റീടെസ്റ്റിൽ ഒരു എൻട്രി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ട്. സ്ട്രാറ്റജി പ്രകാരം നമുക്ക് കറക്റ്റ് ആയിട്ടൊരു എൻട്രി, ഒന്നല്ല 2 എൻട്രി കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇതിലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഒരു ക്ലിയർ എൻട്രി കിട്ടിയിട്ടുണ്ട്. 2 എൻട്രി കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏരിയയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അവിടുന്ന് റിയാക്ഷൻ ആണ് പറഞ്ഞത്. റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അതിനിപ്പോൾ റിജക്ഷൻ ആയിട്ട് വരുമോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ റിജക്ഷൻ ഇതിന്റെ താഴെ വരികയാണെങ്കിൽ ഇപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഇതിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? ഇത് എൻട്രി ആരെങ്കിലും പിക്ക് ചെയ്തിരുന്നോ? എടുത്തിരുന്നോ? ബേസ് ചെയ്തിട്ട് ആരെങ്കിലും എടുത്തിരുന്നോ? എൻട്രി എടുത്തിരുന്നോ? ഷമാസ് എന്ത് എൻട്രി എടുത്തിരുന്നു? ഷമാസ് കൈ പൊന്തിച്ചിട്ട് പറയാം. ഷമാസ് എന്ത് എൻട്രി എടുത്തിരുന്നു? ഏതാ? കേൾക്കണില്ലേ ഷമാസ്? ഇതെടുത്ത ഇന്റേണൽ എടുത്തിട്ടുണ്ടായ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്താ? ഇല്ലല്ലോ. സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തില്ലല്ലോ. ഇല്ല, കണ്ട് ചെയ്തില്ല. പ്രോഫിറ്റ് കിട്ടിയിരുന്നോ? അത് ഇവിടെ ക്ലോസ് ചെയ്തോ അതോ ഇതിൽ ക്ലോസ് ചെയ്തോ? അവിടെ ഇംബാലൻസ് ഉണ്ടായിരുന്നു സാർ, അതിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇതിലാ 50 മിനിറ്റ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. പള്ളിയിലെങ്ങാനാണോ? 1 ഹവറിൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അവരിലൂടെ എനിക്ക് കാണുന്നില്ല ഇംബാലൻസ് ചെയ്താൽ. ഓക്കെ, അത് നോക്കിയോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അത് ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് ആക്ച്വലി ഇത് ഇതായിരുന്നു, ഈ എൻട്രി ആയിരുന്നു അല്ലേ? മറ്റേ സ്ട്രാറ്റജി എൻട്രി ആയിരുന്നു അല്ലേ? ഓക്കെ, സ്ട്രാറ്റജി എൻട്രി അല്ലാതെ വേറെ ആരെങ്കിലും എടുത്തിരുന്നോ? സ്ട്രാറ്റജി എൻട്രി അല്ലാണ്ട് പ്രീതി ഏതാ എടുത്തിരുന്നത്? ഇത് തന്നെയാണോ? അതോ? അതെ, ഞാൻ അതിന് മുന്നേ ഉള്ള അതിൽ നിന്ന് എൻട്രി എടുത്തു. ഇതിന്നാ സാറ് വരച്ചിരിക്കുന്നതിൽ എനിക്ക് സെക്കൻഡ് BOS കിട്ടിയിരുന്നില്ല. അപ്പൊ ഇതിലല്ലേ ആ ഇടയിലുള്ള ക്യാൻഡിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. വേറെ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എടുത്തില്ല അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ഇന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ അനാലിസിസ് ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം വളരെ കൂടുന്നുണ്ട്. ഓരോ ദിവസം എന്നല്ല, നമ്മുടെ ആക്യുറസി ഇത്തിരി കൂടുതലാണ്. പൊതുവേ ഒരു ട്രെൻഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ, അതായത് ഡെയിലി ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ട്രെൻഡ് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊന്നുമല്ല. എക്സ്പെഷ്യലി ഇപ്പൊ ആക്യുറസി കൂടുതൽ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആക്യുറസി കൂടുതലായതുകൊണ്ട്. അപ്പോ ഞാൻ നിങ്ങളോട് നിർബന്ധിക്കുന്നില്ല. ഞാൻ ഇന്നും പറയുന്ന പോലെ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുക. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ ഒരു ട്രേഡുകൾ എടുത്തു നോക്കുക. അതിനും എടുക്കുന്നതിനേക്കാൾ മുന്നേ
മിനിമം ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന ഏരിയാസിൽ മാർക്കറ്റ് വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് ടാർഗറ്റിലേക്ക് പോകുന്നുണ്ടോ അതോ SL അടിക്കുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ ബിഹേവ് ചെയ്യണം. ബിഹേവിയർ എന്താന്നുള്ളത് നോക്കണം, മാർക്കറ്റ് ബിഹേവിയർ എന്താന്നുള്ളത് നോക്കണം. അതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ നോക്കാം. ഓക്കെ, ഓയിലിന്റെ കാര്യം എന്ന് പറഞ്ഞ അത് ഞാൻ അതിന്റെ ഇടയിൽ വിട്ടുപോയി. ഹലോ, ഞാൻ പറഞ്ഞോളൂ. ഇതേപോലെ ഓയിലി തന്നെ ബ്രേക്ക് ഓയിലില് ഈ ബ്രേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് പറഞ്ഞിട്ടുണ്ടായല്ലോ ബ്രേക്ക്. അതന്നെ ആ ബ്രേക്ക് ചെയ്ത് വരുന്ന സമയത്ത് റീടെസ്റ്റ് വരുന്ന സമയത്ത് എൻട്രി എടുക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണല്ലോ പറഞ്ഞത്, ഇതല്ല പറഞ്ഞത് ഞാൻ താഴത്തെ പറഞ്ഞ മുകളിലല്ലോ ഇതാ പറഞ്ഞത്, അതാ പറഞ്ഞത്. എനിക്ക് സംശയം ഉണ്ട് കേട്ടോ, ഏതാ പറഞ്ഞത്? 68.072 68.072. അപ്പൊ ഇതായിരിക്കും 72, ഇതായിരിക്കും ഈ ഒരു ഇതായിരിക്കും അല്ലെ. ഇതന്നെ എനിക്ക് സംശയം, ഇത് വരച്ച് വെച്ചോണ്ട സംശയം തോന്നിയത്. 68.75 റീടെസ്റ്റ് എടുത്തിരുന്നോ? ആരെങ്കിലും എടുത്തിരുന്നോ? ഉണ്ടാവില്ല. എല്ലാവരും നോക്കുന്ന ആളുകൾ കുറവായിരുന്നു. ടാർഗറ്റ് ഞാൻ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ഈ ഒരു ടാർഗറ്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ടാർഗറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു ക്യാൻഡിൽ ഇന്ന് പറഞ്ഞില്ല അല്ലെ? ഒരു വലിയ ക്യാൻഡിലോട്ട് കൂടി ക്ലോസ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു പറഞ്ഞിട്ടില്ല അല്ലെ? ഇന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓയിലിൽ ഇപ്പൊ ഇന്നലെ കിട്ടിയില്ല നമുക്ക്. ഞാനൊന്നും കിട്ടിയെന്ന് തോന്നിട്ടല്ലേ? നമുക്ക് കിട്ടുന്നുണ്ട് ഓയിലിൽ ഇപ്പൊ അത്യാവശ്യം മോശമില്ലാത്ത നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സെല്ല് പറഞ്ഞത് എവിടെയായിരുന്നു? ഇതിന്റെ താഴെയായിരുന്നു സെല്ല് പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? ഇതിന്റെ താഴെ റീടെസ്റ്റ് വരുന്ന രീതിയിലാണ് സെല്ല് പറഞ്ഞത്. അപ്പൊ ഏറെക്കുറെ ബൈ കിട്ടിയിട്ടുണ്ട് നമുക്ക്. മ്യൂട്ട് ചെയ്ത് വെക്കും സംസാരിക്കാത്ത ആൾ മ്യൂട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോ ഇതാണുള്ളത്. ഏതാന്ന് വെച്ചാൽ ഇന്നിപ്പോ ഓയിലിന്റെയും ഗോൾഡിന്റെയും ഇതാണ് വന്നിരിക്കുന്നത്. ഐ മീൻ അനാലിസിസ്, പ്രീ മാർക്കറ്റ് അനാലിസിസിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോ അനാലിസിസ് ചെയ്യുന്നത്, പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇന്നെടുത്ത ട്രേഡുകൾ നോക്കാം. ട്രേഡുകൾ ആരൊക്കെ ട്രേഡ് എടുത്ത ആളുകളൊക്കെ ഒന്ന് കൈവന്നിച്ചു. ഷെല്ല് എടുത്തിട്ടുണ്ട്. ഷെല്ല് എന്തായാലും അതിൽ കൈവന്നിച്ചു. എത്ര? 8 പേര് അല്ലെ? 8 പേര് ട്രേഡ് എടുത്തിട്ടുണ്ട്. സൂരജ്, ആൽവിൻ. ആദ്യം തന്നെ ആൽവിൻ ഇവിടെ ഇല്ല, പക്ഷെ എന്നാലും ആൽവിന്റെ ഒരു ഇത് കാണിക്കാം. ഇതെന്തുകൊണ്ട് ഫെയിലർ ആയി എന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഇതെന്തുകൊണ്ട് ഫെയിലർ ആയി എന്നുള്ളത് ആർക്കെങ്കിലും നോക്കിയിട്ട് പറയാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് എന്തുകൊണ്ട് ഫെയിലർ ആയി? ഇവിടെ ഞാൻ പറഞ്ഞിരുന്നത് ഇതിന്റെ താഴേക്ക് എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് ഫെയിലർ ചെയ്യുന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ആൽവിൻ ചെയ്തിരിക്കുന്ന 3 മിനിറ്റ്സിലാണ്. ആ ഒരു ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത്, തൊട്ട് താഴേക്ക് പോകുന്ന സമയത്ത് എന്ത് കാണാം? ഇതെന്ത് ഏരിയ ആയിരുന്നു? സപ്പോർട്ട് ഏരിയ. നെക്സ്റ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇമ്പൾസീവ് നടന്നിട്ടുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ നമുക്ക് MSS കിട്ടിയതാണ്. MSS കിട്ടി. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെ? ഈ ഒരു സെറ്റപ്പ് പറഞ്ഞു തന്നിട്ടില്ലേ? MSSന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? റിവേഴ്സൽ പറഞ്ഞു തന്നിട്ടില്ലേ? റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ? എനിക്കത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്താണ് ഇത്? ആക്ച്വലി ഇത് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് ആയെന്ന് കൂട്ടും. എന്താണ് ഇത്? റീടെസ്റ്റ് ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് ആയെന്ന് കൂട്ടും. പക്ഷെ ഇവിടെ താഴെയും റീടെസ്റ്റ് ചെയ്യാൻ ബാലൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അത് റീസൺ അല്ല കേട്ടോ. ഈ ഒരു താഴെയുള്ള റീടെസ്റ്റ് ചെയ്യാനുള്ള ബാലൻസ് ഉള്ളത് ഒരു റീസൺ അല്ല. കാരണം ഓൾറെഡി നമ്മൾ ഒരിക്കൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ മുഴുവൻ റീടെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ വരുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് തിരിച്ചു കയറിപ്പോയത്. പക്ഷേ MSS എന്നുള്ളത് കറക്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇതിലാണ്. നമുക്കിപ്പോൾ 3 മിനിറ്റ്സിൽ MSS സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വന്നാൽ കാണാം ഒരു തവണ മാർക്കറ്റ് ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് കയറിപ്പോയി. വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടന്നൊരു ഏരിയ. അതായത് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റ്ലി എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ഡെഫിനറ്റ്ലി ഒരു ഇംബാലൻസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇംബാലൻസ് ഉണ്ടോ അവിടെ? ഇംബാലൻസ് കാണുന്നില്ല. ഒരു ടൈം ഫ്രെയിമിലേക്ക് നോക്കാം നമുക്ക്. ഇംബാലൻസ് ഇല്ല.
ടൈം ഫ്രെയിമിലേക്ക് നോക്കാം, ഇംബാലൻസ് ഇല്ല. ടൈം ഫ്രെയിമിലേക്ക് നോക്കാം, ഇംബാലൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് കൂട്ടിയാൽ മതി. അത് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അതോ അതിൽ ഒപ്പിച്ച് ഉള്ള രീതിയിലാണോ തോന്നുന്നത്? ആണോ? മനസ്സിലായില്ലല്ലോ ആർക്കും? മനസ്സിലാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായി സാർ. സപ്പോർട്ട് വരുമ്പോൾ അവിടെ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് വരുമ്പോൾ എടുക്കരുത് അതുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാത്തൊരു ഇതിൽ വർക്കായിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിലായെന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം ഇതിൽ വർക്കായിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൽദോ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, എൽദോയ്ക്ക് ഓർക്കുന്നുണ്ടോ, ബിജോയ്ക്ക് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് എങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്ന് ഓർക്കുന്നുണ്ടോ? ബ്രേക്ക് ചെയ്ത് ഇതിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഉണ്ടെന്ന് പലവട്ടം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആൽവിനോടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ആൽവിൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്ന ആള്. ഓർക്കുന്നുണ്ടോ? നമ്മളൊരു ദിവസം ഒരു പ്രത്യേക ക്ലാസിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ആ 7 പോയിന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത് എന്താണ് ഒരു ഏരിയയില്, കാരണം ഇമ്പോർട്ടന്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിലോട്ട് പോയാൽ, അതായത് ഇതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്കൊരു എൻട്രി ഉണ്ട് എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ സപ്പോർട്ട് ഏരിയനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ്. പക്ഷെ ഇത് റയറായിട്ട് റയറായിട്ടല്ല കേട്ടോ. അത് ആക്ച്വലി നമുക്ക് നമ്മൾ പറഞ്ഞ 6 പോയിന്റ് ഇല്ലാത്ത ഒരു കാര്യമാണത്. റയറായിട്ടുള്ള ഒരു കാര്യമാണത്. പിന്നെ റയറായിട്ട് എന്ന് പറഞ്ഞു പറയാനൊന്നും പറ്റില്ല. പിന്നെ ഇത് റയറാണോ? ഞാനിപ്പോ ഈ ഒരു പോയിന്റ് ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി നോക്കിയത്. റയറാണോ? റീസൺ കിട്ടിയോ? എന്ത് റീസൺ കിട്ടിയത്? താഴത്തത് വിട്. അപ്പൊ ഞാനത് ഇപ്പോഴാണ് ഞാൻ ആ 3 മിനിറ്റ്സിലായതുകൊണ്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണത്? ഇംബാലൻസിൽ നിന്ന് വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിക്കും കയറി വരുമെന്നുള്ള പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മള്, അല്ലെ? ഓർക്കണില്ലേ? അറ്റ്ലീസ്റ്റ് മെയിൻ എന്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംബാലൻസ് എന്നല്ല, 6 പോയിന്റിൽ ഏതെങ്കിലും ഇംബാലൻസിൽ ഡെഫിനറ്റ്ലി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ഇവിടെ നോക്കുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെയാണ് അതിന്റെ, ഇപ്പോഴാണ് അത് റീഡ് ചെയ്തത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ആക്ച്വൽ റീഡിങ് വന്നത് ഇപ്പോഴാണ്. ഞാൻ നേരത്തെ ഇവിടെ താഴത്തെ പ്രോബ്ലം ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആക്ച്വലായിട്ട് റീഡ് വന്നത്. എന്താണത്? സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു. ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ ഇരുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ? ബുദ്ധിമുട്ടല്ലേ? ആർക്കെങ്കിലും പറ്റുമോ? അത് ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അത് പറയില്ലേ, പറ്റില്ല എന്ന് പറയും. കുറച്ച് ടഫാണ്. കുറച്ച് ടഫാണ് അത്. അതിൽ ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇംബാലൻസ്, ക്ലിയർ ആയിട്ടുള്ള ഇംബാലൻസിൽ നിന്ന് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ഏരിയ ടു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ വരെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ ട്രേഡുകൾ ഇന്ന് എന്തുകൊണ്ട് ആളുകൾ ഇന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ട്രേഡുകൾ പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ട്രേഡ് കിട്ടാണ്ടിരുന്നതല്ല, ഈ ഒരു ട്രേഡ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ഇന്റേണൽ എന്ന് പറഞ്ഞത് ആര്? ഇന്റേണൽ പറഞ്ഞത് നമ്മളിപ്പോ ഷമ്മാസ് പറഞ്ഞൊരു ട്രേഡ് ആയിരുന്നു. അത് സജീഷ് എടുത്താണ്. ഓർക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇവിടം വരെ മിനിമം ടാർഗറ്റ് കിട്ടേണ്ട ഒരു ഏരിയ ആണത്. ഇവിടം വരെ മിനിമം ഒരു ടാർഗറ്റ് ഉണ്ട് ഒരു ട്രേഡ്. അത് ഓയിലല്ല, ഗോൾഡിലാണത്. ആ പാറ്റേൺ ഇപ്പൊ ഞാൻ നേരത്തെ ഷമ്മാസ് ഇന്റേണൽ എടുത്തു എന്ന് പറഞ്ഞ പാറ്റേൺ ആണത്. അവിടം വരെ മിനിമം ട്രേഡ് കിട്ടേണ്ട ഒരു എൻട്രി ആണത്. കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. ഓൾറെഡി ബ്രേക്ക് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് മുകളിലേക്ക് പോകുന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അവിടം വരെ മിനിമം കിട്ടേണ്ട ഒരു എൻട്രി ആയിരുന്നു അത്. ഇന്ന് എൻട്രി കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ആദ്യത്തെ പോയിന്റ് ആണത്. അത് എന്താണ്, അല്ല സോറി, ആദ്യത്തെ നിങ്ങൾ പറഞ്ഞതിനെ പൊളിക്കുന്ന ആദ്യത്തെ കാര്യമാണത്. കാരണം വെച്ചാൽ എൻട്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ എൻട്രി. സജീഷ് TP അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആളെ നോക്കട്ടെ. TP സജീഷ് അടിച്ച് കാലത്ത് തന്നെ ഒരു ട്രേഡ് കണ്ടിരുന്നു. അസ്ലം ഉണ്ടോ അവിടെ? അസ്ലില്ല. സുരാജ് എന്ത് പറ്റിയത്? സുരാജ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരാജ് ഗുരുവിന്റെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വരയ്ക്കുമ്പോൾ ഞാനത് പറഞ്ഞു കീ ഏരിയാസ് വരച്ചിടണം. ഇതിൽ കീ ഏരിയാസ് ഒന്നും കാണില്ല. ഇതിലെവിടെ കീ ഏരിയാസ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇംബാലൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതില്? ഇല്ല സാറേ, വരച്ചിട്ടില്ല. ഇത് എവിടുന്ന കയറിപ്പോയത്? 6-7 ഇത് എവിടുന്ന കയറിപ്പോയത്? 6-7-8-1-7 ഇതിൽ തന്നെയല്ലേ ചാർട്ട്? 6-7-8-1-7 സെയിം മറ്റേ ആൽവിൻ എടുത്ത അതേ ട്രേഡ് ആണെന്ന് തോന്നുന്നു സാറേ.
ആൽവിനടുത്ത് ഇല്ലല്ലേ? അതേ ടൈം ട്രേഡ് ആ, ഇല്ല. 67817 സെയിം അതെ സെയിം ട്രേഡ് ഉണ്ടാണ് അല്ലേ? സെയിം തന്നെയാണ് സാർ. സെയിം ട്രേഡ് ഉണ്ടാണല്ലേ? അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയണ്ട. ഉം. ഓക്കെ, ഇത് ഇങ്ങനെയുള്ളത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇംബാലൻസിൽ വന്നു കഴിഞ്ഞിട്ടൊരു വരവ് വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണത് എന്താണ്? ഈ ഒരുപക്ഷെ ഇവിടെ സംഭവിക്കാം. അത് ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇത് ഇംബാലൻസിന് ബ്രേക്ക് ചെയ്താണ്. നോക്കിയാൽ കാണാം, ഇത് ഇംബാലൻസിന് ബ്രേക്ക് ചെയ്താണ് അല്ലേ? പക്ഷെ അത് എടുത്തിട്ടില്ല, ലോ എടുത്തില്ല. ഇത് ഇംബാലൻസിന് ബ്രേക്ക് ചെയ്താണ്, ലോ എടുത്തിട്ടില്ല. ഇത് ഇംബാലൻസിന് ബ്രേക്ക് ചെയ്താണ്, ലോ എടുത്തിട്ടില്ല. ഞാൻ ഇതേ കാര്യം തന്നെ ഒരു 3 ദിവസം മുന്നേ 3-4 ദിവസം മുന്നേ അഷ്റഫിനോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സാർ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്താണ്? ഓരോ തവണ ഇംബാലൻസിനെ എടുത്തും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അത് എവിടം വരെ എത്തും? ലാസ്റ്റ് തവണ എത്തേണ്ടത് ആക്ച്വലി ഇത് ഇവിടുന്നാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ബ്രേക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി എന്താണ്, ഇത് ഇവിടുന്ന് ഇംബാലൻസ് എടുത്തുകൊണ്ട് ഇവിടം വരെ എത്തണം, വേണ്ടേ? ഏരിയ വരെ എത്തണം, ഏരിയ വരെ എത്തണം. പക്ഷെ എത്തിയിട്ടില്ല. ഇത് ഇംബാലൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ വരെ എത്തണം. ഏത് ഏരിയ വരെ? ഈ ഏരിയ വരെ എത്തണം. കാരണം ഇതാണ് ലോ, ഇവിടെ എത്തണം. എത്തിയിട്ടുണ്ടോ? ഇല്ല. ഇത് ഇംബാലൻസ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? ആദ്യത്തെ അവസാനത്തെ 2 എടുത്തിട്ടില്ലല്ലോ, എത്തിയില്ലല്ലോ. അപ്പൊ ആക്ച്വലി എന്ത് ചെയ്യും? അവിടം വരെ എത്തണത്. ക്ലിയർ ആയോ? ആക്ച്വലി ഇത് ഇവിടം വരെ എത്തണം, താഴെ വരെ എത്തണം. അതൊന്ന് നോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. ഓർക്കുന്നുണ്ടോ? എല്ലാം ഓർക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരച്ചിട്ടില്ലേ ഒരു സ്ക്വയർ? ആ. അത് സാർ ലെഫ്റ്റിലോട്ട് വരയ്ക്കുമ്പോ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറഞ്ഞ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു. ആ അല്ല, അതില് ഒരു പോയിന്റ് ഇതില് ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്റെ മൗസിന്റെ ചാർജ് കഴിഞ്ഞു മാറ്റിയിട്ട്. ചാർജ് ഏതാ പറഞ്ഞത്? ഇതിങ്ങോട്ട് ഇത് മറ്റേ സാറ് ഇംബാലൻസ് വരച്ചിട്ടില്ലേ ഇതില്ലേ? അത് സാർ ലെഫ്റ്റിലോട്ടൊന്ന് വരച്ച ഒരു സ്ക്വയർ, അത് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് റെസിസ്റ്റൻസ് വന്നല്ലോ അല്ലെ? ഓക്കെ ഇവിടെ ഉണ്ട് മൾട്ടിപ്പിൾ ടൈമിന്റെ. ഇതിന്റെ വേറൊരു റീസൺ ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇവിടെ വേറൊരു റീസൺ ഉണ്ട്. അതെന്താണ്? ഇവിടെ ഒരു ബിയോസ് കിട്ടിയതാണ് അല്ലെ? അപ്പോ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 6 പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. ഇതൊരു പക്ഷേ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഞാൻ ക്ലിയർ ചെയ്ത് കളയുന്നുണ്ട് കേട്ടല്ലോ. പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ അവസ്ഥയാണ്, നിങ്ങൾ ചാർട്ടിലൊന്ന് റീഡ് ചെയ്ത് നോക്കണം. നിങ്ങൾ പറയുന്ന കാര്യം ചാർട്ടിലൊന്ന് റീഡ് ചെയ്ത് നോക്കണം. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ 3 തവണയും വന്നിട്ട് ഇംബാലൻസ് എടുത്തു അല്ലെ? ഓരോ തവണ എടുക്കും. 3-ാമത്തെ തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ഫില്ല് ചെയ്തു. ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ട് ഇപ്പൊ എന്താ? എഫിഷ്യന്റ് ആയി. ആദ്യം ഇൻഎഫിഷ്യന്റ് ആയിരുന്നു, ഇപ്പൊ എഫിഷ്യന്റ് ആയി. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു? ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്ക് വരാം. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയ ഏരിയ. കാര്യം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടൈം നമുക്ക് ഇവിടെ റീടെസ്റ്റ് കിട്ടി. 2 തവണ നമുക്ക് റീടെസ്റ്റ് കിട്ടി. അപ്പൊ ഇവിടേക്ക് എത്തണം. എത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ വന്നപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇംബാലൻസ് ഫില്ല് ആയിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് കറക്റ്റ് ഫില്ല് ചെയ്ത്. അപ്പൊ ഇത് പോവും, ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്ക് എത്തും. ക്ലിയർ ആയോ? ഇങ്ങനൊരു അവസ്ഥ വരുമ്പോട്ടാ. ഇങ്ങനൊരു അവസ്ഥ ഓർക്കുന്നുണ്ടാ? മനസ്സിലായോ ആർക്കെങ്കിലും? ആർക്കും മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ നോക്കണം. ഇങ്ങനൊരു അവസ്ഥയിലാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. ഇങ്ങനൊരു അവസ്ഥയിൽ അതിങ്ങനെ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സൂരജിന്റെ ടീപ്പിംഗ് കൂടി എടുത്തിട്ടുണ്ട്. അതിലായിരുന്നു ഓയിലാണ് സാർ. 2 TP ഉണ്ട് സാർ. ഓയിലൊന്നും ഗോൾഡിലൊന്ന്. TP പിക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും. TP സൂരജിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ട്രേഡ് നമുക്ക് ലോസ് വരുന്നൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് അല്ലെ? ഇതിപ്പോ 1:2 കിട്ടിയിട്ടുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഇതിൽ തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഒരു BOS 1 മിനിറ്റിലാണ് അല്ലെ? 1 മിനിറ്റിൽ ഓക്കെ. ഇതിൽ വേറൊരു ഇതുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ എടുത്തതിൽ വലിയ പ്രശ്നം കാണുന്നില്ല. എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും അത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് എൻട്രി വന്നിരിക്കുന്നത്. അപ്പോൾ 1:2 കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ? എത്ര പിപ്പ് കളക്ട് ചെയ്തിട്ടുണ്ട്? 67,965 68,182 എന്ന് പറയുമ്പോൾ അത്യാവശ്യം എത്ര ഡോളറിന്റെ പ്രോഫിറ്റ് ഉണ്ട്? അത് $2. ഇത് ആൻഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇപ്പൊ സമ്മാസ് പറഞ്ഞ ഇന്റേണൽ എന്ന് പറഞ്ഞതിന്റെ അടുത്തൊരു ട്രേഡ് ആണത് അല്ലെ? അതേ ട്രേഡ് തന്നെ അല്ലേ? ഗോൾഡിന്റെ അതേ ട്രേഡ് തന്നെ. ചെറിയ 1:2 കറക്റ്റ് 1:2 വന്നത്. 1:2 വന്നത് ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളിഡ് ആയുള്ള സപ്പോർട്ട് ഏരിയകളാണ് അല്ലെ?
സോളിഡ് ആയുള്ള സപ്പോർട്ട് ഏരിയകളാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എന്താണ് മാർക്കറ്റ് കുറേ ഇങ്ങനെ കൺസോൾട്ടേഷൻ നടന്ന ഒരു ഏരിയ ആണ് അല്ലേ. കുറേ കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ്. ഇപ്പോൾ ഇവിടുന്ന് എന്താണ് മാർക്കറ്റ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്താണ് ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാവുന്ന ട്രേഡാണ്. ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് ആർക്കെങ്കിലും? കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെയല്ല ആക്ച്വലി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് പോവാണ്. കാരണം എന്താണ്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ട്രേഡ് ഇതുള്ളതാണ്. ഇവിടെ ഒന്നും ബ്രേക്കിംഗ് നടന്നിട്ടില്ല, കണ്ടില്ലേ? ഒരു കൺസോൾട്ടേഷൻ നടന്നു, എന്നിട്ട് ഇവിടെയാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്തു. ഇവിടുത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലിയർ MSS കിട്ടി. അത് കഴിഞ്ഞുള്ള റീടെസ്റ്റ് ആണത്. ലോജിക്ക് ഉപയോഗിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായത് ആർക്കെങ്കിലും? ഞാൻ ചോദിക്കുന്നത് ഞാൻ മറ്റുള്ള ആളുകളോടാ പറയുന്നത്. സൂരജ് അങ്ങനെയാണോ എടുത്തതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മറ്റുള്ള ആളുകളോട് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത എന്താണ്? സൂരജ് TP ആരിഫ് TP കണ്ടിട്ടുണ്ട്. ആരിഫ് ലാസ്റ്റ് വന്ന ട്രേഡാണോ ആരിഫ്? ഇത് അതെ സാർ. ലാസ്റ്റ് വലിയ ട്രേഡാണോ അത്? ഇപ്പൊ അതെ വലിയ എന്റെ ആണല്ലോ എടുത്തത്. അതും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞാൽ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയയിലേക്ക് വെക്കാവുന്നതാണ്. കുറച്ചുകൂടി ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോയി, എന്നിരുന്നാലും അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടിയ ട്രേഡാണത് അല്ലേ. ഇതൊന്നും ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ആൻഡ് ഷെബിൽ എന്ത് പറ്റി? എന്ത് പറ്റി ഇതിലെന്താ പറ്റിയത്? ഗോൾഡ് സ്പോട്ട് 3 മിനിറ്റ്സ് ഇത് താഴോട്ടേക്ക് ഇറങ്ങി എടുത്ത് കയറിപ്പോയി അല്ലേ? കയറിപ്പോയി. ഇത് എവിടുന്ന് ഇറങ്ങി വന്ന്? സ്ട്രോങ് റെസിസ്റ്റൻസ് എന്നാണ് ഇറങ്ങി വന്നത്. നമുക്കിപ്പോ എടുത്ത ഇവരൊക്കെ ഒരു ടാർഗറ്റ് പറ്റിയ ഏരിയ ഉണ്ടല്ലോ. ആര് ഇപ്പോ സജീഷ് ടാർഗറ്റ് വെച്ചത്, പിന്നെ തൊട്ട് മുന്നേ ആരിഫ് ടാർഗറ്റ് വെച്ച ഏരിയ ഒക്കെയാണ്. സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ ഒന്ന് വരച്ച് നോക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വരച്ച് നോക്കുക. വരച്ച് എപ്പോഴും ഇങ്ങനെ നോക്കി വെക്കണം, നീട്ടി വരച്ച് വെക്കുക. അപ്പൊ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എത്ര സമയം വന്നിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ. ഈ ഒരു ഇംബാലൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല കയറിപ്പോയത്. അല്ല, SL അടിച്ചിട്ട് കയറിപ്പോയത് അല്ലെ? SL അടിച്ചിട്ട് താഴോട്ടേക്ക് രണ്ട് ലോയോ എടുത്തിട്ടാണ് കയറിപ്പോയത്. ജിതിൻ ലാസ്റ്റ് ട്രേഡ് TP കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ട് എല്ലാം ഇപ്പൊ നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. അപ്പൊ ജിതിന്റെ ചാർട്ട് ഞാൻ എടുക്കുന്നില്ല. സിനാനും ലാസ്റ്റ് ട്രേഡ് TP കിട്ടിയിട്ടുണ്ട്. സിനാൻ പക്ഷെ എന്താ ചെയ്തിക്കണേ? ഇന്റേണൽ എടുത്തു അല്ലേ? അല്ല സിനാനെ? എന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നോ അത്രയും? എന്താ ഉറപ്പുണ്ടായത്? അതായത് ട്രെൻഡ് ലൈൻ വരുന്നുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നോ? അത് നോക്കിയിരുന്നോ? ഈ ട്രെൻഡ് ലൈൻ നോക്കിയിരുന്നോ? പക്ഷെ ഇതിന് SL അടിച്ചിട്ടില്ലല്ലോ. മോളിക്ക് പോയാലും SL അടിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും വെയിറ്റ് ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. കാരണം ഇത്രയും വന്ന് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ വീണ്ടും മോളിക്ക് കയറിപ്പോയെന്ന് വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതുകൊണ്ട് കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ഇത്രയും അടുത്തേക്ക് ഇത്രയും കയറി പോയിട്ട് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയി പിന്നീട് ഉറപ്പ് കിട്ടി. ലോ എടുത്താണ് കയറാൻ ചാൻസ് ഉണ്ട് ഉറപ്പിട്ടി അല്ലേ? ഓക്കെ. ഇതില് നമ്മൾ പറഞ്ഞ അതേ നമ്മൾ പറഞ്ഞ അതേ കാര്യം ഉണ്ട് ഇതില്. ഇന്റേണൽ കളിക്കുന്ന പറഞ്ഞ കാര്യം ഓർക്കണില്ലേ? ഓർക്കണ്ട? എന്താ ഓർക്ക? ഇല്ല. നീ ഉണ്ടായില്ല. നിന്നെ പുറത്താക്കിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായത്. ഉണ്ടായിരുന്നോ? ഇന്റേണൽ കളിക്കുന്ന ദിവസം പറഞ്ഞു ഓർക്കുന്ന ഉണ്ടായിരുന്നോ? പറഞ്ഞിരുന്നോ അല്ലേ? പറഞ്ഞിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ശരി. കുറെ ആളുകൾ മറന്നിട്ടുണ്ടാവും കേട്ടോ അത്. ശരി, ആയിരിക്കും ഇഷ്ടപ്പെട്ടു. ശരി 1 മിനിറ്റിലെടുത്തു, 5 മിനിറ്റ്സിലെടുത്തു. ശരി ഇപ്പൊ ഇതേ ട്രേഡ് ഓപ്പോസിറ്റ് എടുത്തു അല്ലേ? ഞാന് വലിയ ടൈം ഫ്രെയിം നോക്കാണ്ട് എടുത്ത്.
ചില ടൈം ഫ്രെയിമിൽ അല്ല ഇതിലിപ്പോ ഇതില് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോ ഇവൻ പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ സിനാൻ പറഞ്ഞ കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ നമുക്കിത് ഇതായനെ എന്താണ് സോറി ഒരുപക്ഷെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയേനെ. ഇതിൽ രണ്ട് കാര്യമുണ്ട് ചെല്ലി, ഒന്നും കൂടി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്ന്, ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പറഞ്ഞിട്ടില്ലേ, ഓർക്കുന്നുണ്ടാവും. രണ്ട്, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇമ്പൾസീവും കൂടി മൂവ്മെന്റ് വരികയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ഇവിടെ ഓൾറെഡി ശരിക്കും 1-2 തവണ കിട്ടി, പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് നടന്ന് ടെസ്റ്റ് നടന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ ഈ ബ്രേക്ക് നടന്ന ഏരിയ കൂടി ഉണ്ടെങ്കിൽ അപ്പൊ 3 തവണ കിട്ടി, ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്നുള്ളത്. അപ്പം 3ാമത്തെ തവണ ഇത്രയും വലിയൊരു ഇമ്പൾസീവ് നടക്കുകയാണെങ്കിൽ ആ ട്രേഡ് കട്ട് ചെയ്യണം. പ്രത്യേകിച്ചും 3ാമത്തെ തവണ എന്നൊക്കെ പറയുമ്പോൾ കട്ട് ചെയ്യണത് കേട്ടോ. അത് ഞാൻ പിന്നെ വിചാരിച്ചത് അതൊരു കൺസോൾട്ടേഷൻ നിൽക്കില്ല, ഒന്നും കൂടെ വന്നിട്ട് ഇനി മേലോട്ട് പോകണമെന്ന് വിചാരിച്ചത്. അല്ല, ഓൾറെഡി അത് എടുത്തു, ഈ ഒരു ലോനും കൂടി എടുത്തു. ഇനിയിപ്പോ പിന്നെ അത് മാത്രമല്ല, 2 തവണ കണ്ടില്ല, ഒരു തവണ ഇമ്പൾസീവ് മൂവ്മെന്റ് കിട്ടി, 2 തവണ ഇമ്പൾസീവ് മൂവ്മെന്റ് കിട്ടി, 3ാമത്തെ തവണ വരികയാണെങ്കിൽ നമുക്ക് അപ്പം അറിയണം എന്താണ് അവിടെ ഒരു ബയേഴ്സ് പ്രഷർ നന്നായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അവിടെ സംഭവിച്ചിരിക്കുന്നത് അത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കണ്ടില്ലേ, 1, 2, 3 മൂന്നാമത്തെ തവണയാണ് വരുന്നത് ഒരേ ഏരിയയിൽ നിന്ന്. അപ്പോൾ ബയേഴ്സ് പ്രഷർ നല്ലോണം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണേ. ആൻഡ് റാഷിദ് എന്താണത് റാഷിദ് ലാസ്റ്റ് ട്രേഡ് ഒക്കെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? റാഷിദ് മുനീറില്ലേ ഇവിടെ? ലാസ്റ്റ് ട്രേഡ് കുറെ ആൾക്കാർക്ക് കിട്ടി. എടുത്തുണ്ടോ ഈ ട്രേഡ്? അത് വെറുതെ വരച്ചു വെച്ചോ? ഇതിലെവിടെ നിന്നിട്ട് BOS MISS ഒക്കെ ഇടും? വരച്ചിട്ടില്ല. നിങ്ങളോട് കീ ഏരിയാസ് മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ ഏരിയാസ് മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ? ഇതിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ? ഹമാസിന്റെ ആണത് മാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ടോ? റാഷിദ് കാണുന്നുണ്ടോ? എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഐഡിയ ആണ്. ഒരു ട്രേഡ് എടുക്കുന്നതിന് നമുക്ക് വേണ്ട സ്ട്രാറ്റജിയുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്നല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഷമാസ് വരച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് ലൈൻ ഉണ്ട്, സപ്പോർട്ട് പോയിന്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ. ഷമാസ് ആക്ച്വലി ഇതിലെടുത്തു. ഇപ്പൊ ഇത് നീട്ടി വരയ്ക്കുന്ന സമയത്ത് താഴത്തെയാണ് ഇപ്പൊ റാഷിദ് എടുത്തതെന്നാണ് എന്റെ അറിവ്, അല്ലെ? അറിയോ? ഓർമ്മ ഉണ്ടോ? അത് വെറുതെ വരച്ചിട്ടുണ്ടാണോ? ആഷിനോട് പറ. ആഷിദ് കേക്കണ്ട? ഇല്ല. വെറുതെ വരച്ചിട്ടില്ല. ഓക്കെ. ഇനി ഇപ്പൊ ഒരു ട്രേഡിന്റെ ഡീറ്റെയിൽ ഇട്ട് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഷമ്മാസിന്റെ ട്രേഡാണ് കേട്ടത്. ഇത് ഷമ്മാസിന്റെ ട്രേഡാണ്. റാഷിദിന്റെ ഞാൻ എടുക്കാതിരുന്നത് വെച്ചാൽ റാഷിദ് കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പൊ എങ്ങനെ വരച്ചിടണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷമ്മാസിന്റെ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി റാഷിദ് സക്സസ് ആയിരുന്നു, പക്ഷെ വരച്ചിടേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഇതിപ്പോ പറഞ്ഞുതരാം. കണ്ടോ, ഇതെന്താ സംഭവം? ഇതിപ്പോ അസ്ലം വരച്ചിട്ടതാ ട്രേഡാണ്. ഇതൊന്ന് ചാർട്ടി നോക്കി ആരെങ്കിലും ഒന്ന് പറഞ്ഞത് എന്താ സംഭവം? നമ്മളിപ്പോ ഷെല്ലിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവം? സിനാൻ നോക്കിയേ, ഇതെന്താ സംഭവം? സിനാൻ പോയാ? ചാർട്ടിൽ നോക്കി ആരെങ്കിലും? ആരുമില്ലേ ചാട്ടിൽ ആരുമില്ലേ? പോയാ? കേൾക്കണില്ലേ? സിനാൻ പോയി. സിനാന്റെ പരിപാടി കഴിഞ്ഞപ്പോ പോയി. ഇതെന്താ സംഭവം? ഈ ട്രേഡാണത്. ഇതെന്താ കളക്ട് ചെയ്തേ? ഇംബാലൻസ് കളക്ട് ചെയ്തോ? ഇംബാലൻസ് കളക്ട് ചെയ്തോ? 1 അവറിന്റെ ഇംബാലൻസ് അല്ലത്. 1 അവറിന്റെ ഇംബാലൻസ് ഉണ്ട്. 1 അവറിന്റെ ഇംബാലൻസ് കളക്ട് ചെയ്തോ? ലോ എടുത്തോ?
ഇത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഒരു തവണയല്ല, പല തവണ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഏരിയയുടെ പവറാണ് കാണിക്കുന്നത്. ലോ എടുത്തോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ വീണ കത്തിമ കയറി പിടിച്ചാണത്. നേരത്തെ ഇപ്പൊ അസ്ലം ഇട്ടാണ് ലാസ്റ്റ് ഇട്ടതാണത് ഈ ട്രേഡ്. ബാലൻസിൽ നിന്നൊരു ഇത്രയും വലിയൊരു വീഴ്ച വന്നിട്ടും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ വീഴ്ച ഇംബാലൻസിൽ നിന്ന്, ഏത് ഏരിയയിൽ നിന്ന്? ഇംബാലൻസിൽ നിന്ന് ഒരു വലിയ വീഴ്ച വന്നത്. ആ വീഴ്ചനെ മൈൻഡ് ആക്കാണ്ട് കയറി പിടിച്ചാണത്. അനാവശ്യമായ ട്രേഡുകൾ, ഇങ്ങനെയുള്ള ട്രേഡുകൾ അവോയ്ഡ് ചെയ്യണമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. ഈ ലോ എടുക്കും, അങ്ങനെ വരച്ച് ലോ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോ വരെ എടുത്തിട്ടുണ്ട്. ഈ ലോ എടുത്തിട്ടില്ല അല്ലെ? ഈ ലോ എടുത്തിട്ടില്ല. ഈ ലോ വരെ എത്തിയിട്ടുണ്ട്. ഈ ലോ എത്താനുള്ള ഒരു കാരണം എന്താണ് നോക്കിയാലോ അറിയാം. 1, 2, 3 കണ്ടോ? എന്താണിതൊരു ഇത് സ്ട്രോങ് പോയിന്റ് അല്ലേ? ഇത് ആണോ? ഇത് സ്ട്രോങ് പോയിന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഈ വീഴ്ചയിൽ സ്ട്രോങ് പോയിന്റ് ഏതാ? ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് പോവാം. പോയി കഴിഞ്ഞ് റീടെസ്റ്റ് കിട്ടിയിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് കയറി പോവാം. അല്ല ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആയി താഴത്തേക്ക്. പറയുന്നൊന്നും മനസ്സിലാകണ്ടല്ലോ. എല്ലാവരും പകുതി ചീത്ത പറയണോണ്ടാണോ പകുതി കേട്ടുകൊണ്ടിരിക്കുന്നത്? അതൊന്നും പറയണ്ടെന്നുള്ളൊരു ലെവലിൽ ഇരിക്കുന്ന ആളുകളാണോ? ഓക്കെ. അപ്പോ ചീത്ത പറഞ്ഞോണ്ടാണോ അത് ഞാൻ പറയുന്നത് കേൾക്കണില്ലേ എന്നുള്ളതൊക്കെയാണ്. ചീത്ത പറഞ്ഞോണ്ടാണോ എന്നുള്ളത് എനിക്ക് സംശയം. ഓക്കെ. ഇനി ഇന്നിപ്പോ ട്രേഡ് എടുത്ത ആളുകൾ ഇന്ന് ട്രേഡ് എടുത്ത ആളുകൾ സിനാന് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു ട്രേഡ് സക്സസ് 9.94 ഇത് കിട്ടിയിട്ടുണ്ട്. എന്താണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷമ്മാസ് ഒരു ട്രേഡ് 7.86 സക്സസ് ആണ്. റാഷിദ് ഒരു ട്രേഡ് സക്സസ് 11.8 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഷെല്ലി 2 ട്രേഡ് 2 ലോസ് സംഭവിച്ചിരിക്കുന്നത്, $9 ലോസ്. അതിനാൽ നോ ട്രേഡ് ആണ് എഴുതിയിരിക്കുന്നത്. തലവേനയാണെന്നുള്ളതുകൊണ്ട് നമ്മൾ മൈഗ്രെയിൻ ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഇന്നലെ മൈഗ്രെയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നോ ട്രേഡ് ആണ് എഴുതിയിരുന്നത്. ജിതിൻ ഒരു ട്രേഡ് ഒരു സക്സസ് 9.28. ഷെബിൽ ഒരു ട്രേഡ് ഒരു ലോസ് $2.5 ലോസ് ആണ്. ആരിഫ് ഒരു ട്രേഡ് ഒരു സക്സസ് 3.5 പ്രോഫിറ്റ്. സുരാജ് 3 ട്രേഡ് 2 സക്സസ് ഒരു ലോസ് 4.10. സനൽ ഒരു ഫിഗർ ഇട്ടിട്ടുണ്ട്. സനൽ പിക്ചർ ഇടാണ്ട് ഇവിടെ വെറുതെ ഫിഗർ ഇടരുത്, ഞാൻ അതുകൊണ്ട് എടുക്കുന്നില്ല. ജംഷീർ ഒരു ട്രേഡ് ഒരു സക്സസ് +7 ആണ് കാണിച്ചിരിക്കുന്നത്. ജംഷീറിന്റെ ട്രേഡ് കണ്ടിട്ടില്ല. സജീഷിന്റെ ട്രേഡ് ഒരു സക്സസ് 12.89, പക്ഷെ ലോട്ട് സൈസ് 0.02 ആണ്. ആൽവിൻ ഒരു ട്രേഡ് ഒരു ലോസ് -$10 ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ലോസ് എന്ന് പറയുന്നത് ഇതിൽ നോക്കുന്ന സമയത്ത് ഒന്ന് കൈബന്ധിച്ച് എത്ര പേര് ലോസ് ഉണ്ടെന്നുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പേര് പ്രോഫിറ്റ്, 3 പേര് ലോസ് ആണ് ആക്ച്വലി തന്നിരിക്കുന്നത് കേട്ടോ. അന്നത്തെ ഷെല്ലി ലോസ് ആണ്, ഷമാസ് ലോസ് അല്ലല്ലോ, പ്രോഫിറ്റ് അല്ലേ? അതൊക്കെ പ്രോഫിറ്റ് ആൾക്കാരല്ലേ. ഷമാസ് ലോസാ? റാഷിദ് മുനീർ ലോസോ പ്രോഫിറ്റോ? സാറല്ല പ്രോഫിറ്റ് ആണ്. അത് നേരത്തെ റാഷിദ് മുനീർ കാണും. ഓക്കെ. അപ്പോ 13 പേരാണ് ടോട്ടൽ ഇതിൽ കാണുന്നത്. 13 പേരിൽ 10 പേര് പ്രോഫിറ്റും 3 പേര് ലോസും ആണ് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഇതിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രേഡ് എടുക്കുക, ഡെയിലി ട്രേഡ് എടുക്കുക. ഞാൻ പറയുന്നത് വലിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, എന്നും പറയുന്ന പോലെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ 0.01 ട്രേഡ് എടുത്താൽ മതി. നിങ്ങളോട് 1, 2 ട്രേഡ് എടുക്കാൻ പറയുന്നുള്ളൂ, അധികം ഒന്നും എടുക്കാൻ പറയുന്നില്ല. ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് എന്തായാലും തരും. നമ്മൾ പറയുന്ന പേഴ്സിൽ 3 പേഴ്സിലും മാറി മാറി നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്തായാലും മാർക്കറ്റ് തരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു, ട്രേഡ് എടുക്കുക വെറുതെ. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കഴിയാണ്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് പുതിയ ബാച്ചിന്റെ ഒരു QA സെക്ഷൻ ഉണ്ട്. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആളുകൾക്ക് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചോ.